ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ താമസിച്ചു പോയി കേട്ടോ. നേരം വെളുത്ത് എഴുന്നേറ്റ്. പിന്നെ അവധി ദിവസമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങളും താമസിച്ചൊന്ന് എഴുന്നേറ്റത്. എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി. ആരും എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ ചെടികളൊക്കെ നോക്കി മുൻവശത്തോടെ വന്ന് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് ചായ ഇടാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ചെടീനെയൊക്കെ നോക്കി. അങ്ങനെ ഞാൻ വന്ന് കയറി. പിന്നെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. പിന്നെ പുട്ടാണ് ഇന്ന് വെച്ചത്. ബാക്കി ചോറും വെക്കാൻ വേണ്ടിയിട്ട് ചോറും റെഡിയാക്കി വെച്ചു. പിന്നെ മോൾ ഇന്ന് ഹോസ്റ്റലിൽ പോകും. അതുകൊണ്ട് ഇന്നൊരു നനഞ്ഞ ദിവസമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ മോളിൽ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് രാവിലെ ഇവിടെ നിന്ന് ബസ് കയറ്റി വിടും കേട്ടോ. പത്തനംതിട്ടയ്ക്കുള്ള ബസ് ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത്. അപ്പോൾ അവൾക്ക് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് ആൻഡ് മോറിൽ പോയി ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ച് പാക്ക് ചെയ്ത് അവൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ വണ്ടിയെ കയറിയിരുന്നു. ബസ് വരാൻ ഒത്തിരി താമസിച്ചു. ഞങ്ങളുടെ ഈദ് മുബാറക് ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പോകാം. ഇവിടെ നോക്കാം എന്തൊക്കെയുണ്ട്. ഇത് ഞങ്ങളുടെ ജിമ്മി ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഈ ജിമ്മി സന എന്നുള്ള പേര്. സനയുടെ വീട്ടിലാണ് ഞങ്ങൾ ഈദ് മുബാറക് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇനി വരാറുണ്ട്. സന ഞങ്ങൾക്ക് ആദ്യമേ ഒരു പൈനാപ്പിൾ ജ്യൂസ് വന്നത് കേട്ടോ. അതൊക്കെ ഇന്ന് കുടിച്ച് ഞങ്ങൾ ഫ്രഷായിട്ട് ഒരു എനർജിയൊക്കെ പിടിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഞങ്ങൾ പാചകം ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യലായ കാച്ചാറും നെയ്ച്ചോറും കേട്ടോ. കാച്ചാറുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഫ്രണ്ട്സ് മറ്റുള്ളവരെല്ലാം വരുന്നതിന് നമുക്ക് പെട്ടെന്ന് അത് തീർക്കാമെന്ന് പറഞ്ഞ് ഞാനും സനയും കൂടെ അതിനെല്ലാം റെഡിയാക്കി വെച്ച് അതിൻ്റെ പച്ചമുളകും 2 തക്കാളി, സവോള, പച്ചമുളക് നന്നായിട്ട് വേണം. ഇതെല്ലാം ചതയ്ക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം. അപ്പോൾ അടുപ്പ് ചൂടാക്കി നമ്മൾ ഇറച്ചിക്ക് എങ്ങനെ മസാല കൂട്ടുന്നു അതുപോലെ തന്നെ. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടനാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. മട്ടനും പിന്നെ പരിപ്പും വേണം. പരിപ്പും ഉരുളക്കിഴങ്ങും സെപ്പറേറ്റ് വേവിച്ചും വെക്കണം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മറ്റുള്ള ഫ്രണ്ട്സുകളെല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ വർത്തമാനങ്ങളും അവർക്ക് കുടിക്കാനുള്ള ജ്യൂസും എല്ലാം കൊടുത്ത് ഞങ്ങളവരുടെ വർത്തമാനങ്ങളെല്ലാം കേട്ട് കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നെയ്ച്ചോറ് വെക്കാനായിട്ട് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി നെയ്യും എണ്ണയും ഒരുമിച്ച് പാനിലേക്കിട്ട് അതിൽ ചൂടായതിനു ശേഷം പച്ചമുളകും സവോളയും കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒഴിച്ച് അതെല്ലാം നന്നായിട്ട് ചൂടായി അതിലേക്ക് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളയ്ക്കാൻ വെക്കുമ്പോഴത്തേനും പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അതിൽ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് അരിയിട്ട് അത് അടച്ച് വെച്ച് ചെറു തീയിലങ്ങ് വേവിക്കാൻ വെച്ചു. ഇടയ്ക്ക് വന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് അതെങ്ങനെയായി എന്നൊക്കെയുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ഇളക്കിയിട്ട് വെച്ച് അതിനെ ഞങ്ങൾ ഒന്നും കൂടെ അടച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ ചിക്കൻ വറുക്കാനായിട്ടിട്ടു. ആ ചിക്കനും കൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ പണികളെല്ലാം തീരും. അത് കഴിഞ്ഞ് ചിക്കൻ വറുക്കാനിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ചോറൊന്ന് നോക്കി. അത് പാകമായിട്ട് വെന്തിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിനെ അടച്ച് മല്ലിയിലയിട്ട് പുതിനയിലയിട്ട് വെച്ച് അടച്ചങ്ങോട്ട് വെച്ചു. എന്നിട്ട് കാച്ചാറും കൂടി അതിൻ്റെ മുകളിലോട്ട് ആ പോട്ടും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ട് ഞങ്ങൾ ചൂടാകാനായിട്ട് അതിൻ്റെ മുകളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നീട് ഞങ്ങൾ ചിക്കൻ വറുത്തതും കാച്ചാറും നെയ്ച്ചോറും എല്ലാം കൂടി എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് നിലത്തായിട്ടിരുന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാവരും വട്ടത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബക്രീദും കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ കൂടി ഞങ്ങൾ അങ്ങനെ പിരിയുവാണ്. അപ്പം നല്ലൊരു ബക്രീദ് ഞങ്ങളുടെ അവസാനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും താങ്ക് യു സോ മച്ച്.